ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ മൂന്നാർ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ചെറിയ ലോങ് വീഡിയോ കേട്ടോ. ഞാൻ അധികം ലോങ് വീഡിയോ ഇടാറില്ല. നിങ്ങൾക്കൊക്കെ കണ്ട് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇടാറുള്ളത്. ഇതൊരു ലോങ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പ് രാവിലെ അങ്ങ് ആരംഭിച്ചു. 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കല്ലാറുകുട്ടി പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അടിമാലി കൂടിയാണ് നമ്മൾ പോകുന്നത്. അതാണ് നമുക്ക് യാത്ര ദൂരം എളുപ്പം. നമുക്കിവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ ദൂരത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. അധികം സ്പീഡൊന്നും ആവാതെ പതിയെ പോയാലും 2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ മൂന്നാറിലെത്തും. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കേട്ടോ മൂന്നാറിന് പോകുന്നത്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. 10-16 വർഷമായിട്ട് നമ്മളിങ്ങനെ മൂന്നാർ പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് നടന്നത്. എന്തോ ഇതുവരെ അങ്ങ് നടന്നില്ല. അപ്പം കുഞ്ഞുങ്ങളെല്ലാവരും വളർന്നു വലുതായി. നമ്മുടെ സാറൂട്ടിനാണെങ്കിലും 2 വയസ്സൊക്കെ ആയല്ലോ. അപ്പം ഇനി നമുക്ക് പോവാമല്ലോ. ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമുക്ക് അനുകൂലമായ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഉച്ച കഴിഞ്ഞൊക്കെ ഇപ്പം മഴ പെയ്യാറുണ്ട്. എങ്കിലും മഴ പെയ്താൽ മൊത്തത്തിൽ അളകളം ആകാനാണ് സാധ്യത. അപ്പം നമുക്ക് പോയേക്കാം. അപ്പം നമ്മളങ്ങനെ കല്ലാറുകുട്ടി പാലത്തിൻ്റെ അവിടെ വന്ന് കുഞ്ഞുങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ, കുഞ്ഞുങ്ങളുടെ മാത്രമല്ല കേട്ടോ, എൻ്റെയും ചേട്ടായുടെയും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തേയില തോട്ടങ്ങളാണ് ഏറ്റവും വലുത്. നല്ല സൂപ്പർ ചായപ്പൊടി, ചായ ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. എന്താ പറയുക, മായം കല്ലാത്ത ചായപ്പൊടിയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. നല്ല തരിയോട് കൂടിയ ചായപ്പൊടിയൊക്കെ കിട്ടും. നമ്മളവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ യൂസ് ചെയ്തു. ഇന്നലെ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ചായപ്പൊടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്തു. ഒരു സ്വല്പം മതി. നല്ല കട്ടുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ചായപ്പൊടിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ തേയില നമ്മൾ ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം തേയിലത്തോട്ടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള നമ്മുടെ വാഗമണ്ണ്, ഏലപ്പാറ ഒക്കെ തേയിലത്തോട്ടങ്ങൾ ഒരുപാടുള്ളതല്ലേ. പിന്നെ ഈ ഈ ജൂക്കാലി മരങ്ങളാണ് ഇവിടെ ഇഷ്ടം പോലെ. ജൂക്കാലി തോട്ടങ്ങളാണ് നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടു നിൽക്കാനായിട്ട്, കാണാനായിട്ട്. കാരണം ഈ മരത്തിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നൊരു മരമാണ്. ഉണങ്ങി വരുമ്പം ഇതിൻ്റെ തൊലി പൊളിഞ്ഞ് പുതിയ തൊലി കയറും. അങ്ങനെ ഇപ്പം നല്ല വെള്ള കളറിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ മൂന്നാറിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം. പല സ്ഥലത്താണ് പല കാര്യങ്ങളുള്ളത്. എന്താ പറയുക, കന്നുകാലി ഫാമുകളുണ്ട്. അവിടേക്ക് ഇന്നലെ നോ എൻട്രി ആയിരുന്നു കേട്ടോ. ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു. സൺഡേ ആയിട്ടാണോ എന്നറിയത്തില്ല. സ്ട്രോബെറി തോട്ടത്തിലേക്കും ഇന്നലെ ആളുകൾക്ക് എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെയും പറ്റിയില്ല കയറാനായിട്ട്. പിന്നെ നമ്മൾ ഒരുപാടുണ്ട് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ കണ്ടതിലേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് എല്ലാം കാണിച്ചു തരാൻ ഒരു ഗൈഡോ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അതിനുശേഷം നമ്മൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേനും തിരിച്ചു പോന്നു. അങ്ങനെയാണ്. അതിനുള്ളിൽ നമ്മൾ കണ്ടതിലേറെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട്. അതൊക്കെയാണല്ലോ നമ്മുടെ പിള്ളേരുടെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ചോക്ലേറ്റ് അവിടുന്ന് എന്താ പറയുക, യാതൊരുവിധ മായവും കലരാതെ ചോക്ലേറ്റ് ഉണ്ടാക്കും. നമുക്ക് അവിടുന്ന് ചോക്ലേറ്റ് റെഡിയായിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി പോയി. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി. നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ കുതിരസവാരി ഉണ്ടായിരുന്നു. നമ്മൾ കയറിയില്ല കേട്ടോ. ആർക്കും അങ്ങനെ കയറാനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ആനസവാരി ഉണ്ട്. അതിലൊക്കെ നമുക്ക് കയറണമെങ്കിൽ കയറാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണാൻ നമുക്ക് പുതുമയുള്ള പല കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോവാം. പിന്നെ ഇത് എക്കോ അടിക്കുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ വെള്ളം ഇങ്ങനെ ഉണ്ട്. ഇപ്പം വെള്ളം വറ്റിയിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവിടെ എല്ലാ ചതുപ്പിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ അത് തിരിച്ച് കേൾക്കും, എക്കോ ആയിട്ട് കേൾക്കും. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് വണ്ടി ഓടിക്കുമ്പം ഓൺ അടിക്കുന്നതിലും എളുപ്പമാണ് ഈ പി ഊതുന്നതെന്ന് പറഞ്ഞ് ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ പി ഊതുന്നതാട്ടോ. നല്ല രസമാണ്. ഭയങ്കര ഒച്ചയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അരോചകമായിട്ട് തോന്നും. ചെവിയിലേക്ക് ഇങ്ങനെ തുളഞ്ഞു കയറുന്നൊരു പി ശബ്ദമാണത്. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. പിന്നെ ഇവിടുത്തെ നല്ല സൂപ്പർ ചായയാണ് കേട്ടോ. നമുക്കിവിടുത്തെ ചായപ്പൊടിയിൽ നിന്നും നമുക്ക് അപ്പോൾ തന്നെ ചായ റെഡിയാക്കി തരുന്നതാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ചായ കുടിക്കാനായിട്ട്. ഇപ്പം അതിനുശേഷം നല്ല മഴയൊക്കെയാണ്. അവിടെ ഞാനും കുഞ്ഞും കൂടി ഒന്ന് സ്നേഹപ്രകടനം നടത്തുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സാറൂട്ടൻ അങ്ങ് ഉറങ്ങി കേട്ടോ. സാറൂട്ടന് ക്ഷീണമായി. ഉറക്കമൊക്കെ കഴിഞ്ഞ് സാറൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ചെന്നു.
അടുത്ത സ്ഥലം നല്ല രസമാണ്. ഇങ്ങനെ ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരാനായിട്ട് അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം തന്നെ തരും. നമുക്ക് ഫ്രെയിം ചെയ്ത് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് തരും, ഫോട്ടോ കയ്യിൽ തരണേ കൈ തരും, മൊബൈലിലാക്കി തരണേ ആക്കി തരും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലവർ പാർക്കിൽ പോയി. ഇവിടെ അങ്ങനെ പ്രത്യേക സൈസ് ഫ്ലവറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഫ്ലവറുകളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പാർക്കിൽ ചെല്ലുന്നത് പോലത്തെ ഒരു പാർക്കാണ് അവിടെ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കുഞ്ഞുങ്ങളെ ഓടി വിടാനൊന്നും പറ്റത്തില്ല. വീണാലൊക്കെ ആകെ കൂടെ എന്താ പറയുക, അളഞ്ചം പുളഞ്ചമായി ചെളിയാകും. അതുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. സാറൂട്ടൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം അവനവൻ്റെ കാര്യം എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണല്ലോ. അപ്പം കുഞ്ഞുങ്ങളെല്ലാവരും അവർക്ക് കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം കയറി റെഡിയായി എന്നിട്ട് നമ്മളിനി തിരിച്ചു പോരുവാണ്. 5 മണിയൊക്കെ ആയി കേട്ടോ, നമുക്ക് തിരിച്ചു പോരേണ്ട സമയമായി. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നാൽ നമുക്കൊരു എന്താ പറയുക, ഒരു 9:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് പതിയെ പോന്നാൽ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കണം, വേറെ എവിടെയെങ്കിലുമൊക്കെ കയറണമെങ്കിൽ കയറണം. സാവകാശം പോന്നാലും നമുക്ക് ഒരു 9:30 10 മണിക്ക് മുമ്പ് വീട്ടിലെത്തത്തക്ക രീതിയിലാണ് നമ്മൾ അവിടുന്ന് തിരിക്കുന്നത്. പതിയെ പോരാനുള്ള പരിപാടികളാണ്. നമ്മൾ ഇങ്ങനെ ത്രൂ ആയിട്ട് യാത്ര ചെയ്യല്ലല്ലോ, നമ്മൾ ഇടയ്ക്ക്